സഞ്ചാരികൾക്ക് ഇടുക്കി ആർച്ച് ഡാം ഇനി നടന്നു കാണാം. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാൽനട യാത്രയ്ക്കുള്ള ടിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ വർധനവ് കണക്കിലെടുത്തും എല്ലാ സഞ്ചാരികൾക്കും ഡാം കാണാൻ അവസരം ലഭിക്കണമെന്നതും പരിഗണിച്ചാണ് സർക്കാർ കാൽനട യാത്രികർക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചതെന്ന് ടിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. രാവിലെ 10 മുതൽ വൈകിട്ട് 3:30 വരെയാണ് ഡാം സന്ദർശന സമയം. കാൽനട യാത്രയ്ക്ക് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ബഗ്ഗി കാർ യാത്രയ്ക്ക് ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 8 ബഗ്ഗി കാർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ദിവസവും 3750 പേർക്കാണ് സന്ദർശനാനുമതിയുള്ളത്. 2500 പേർക്ക് ഓൺലൈൻ മുഖേന കാൽനട യാത്രയ്ക്കും 1248 പേർക്ക് ബഗ്ഗി കാർ സേവനം പ്രയോജനപ്പെടുത്തിയും ഡാം സന്ദർശിക്കാം. ഓൺലൈൻ ബുക്കിംഗിൽ യാത്രക്കാർ പൂർണ്ണമായില്ലെങ്കിൽ സ്പോട്ട് ടിക്കറ്റിംഗ് സംവിധാനവും പ്രയോജനപ്പെടുത്താം. മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നിരന്തര ഇടപെടലുകളെ തുടർന്നാണ് സഞ്ചാരികൾക്ക് ഇടുക്കി ഡാം നടന്നു കാണുന്നതിന് അനുമതി ലഭിച്ചത്. കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് ഡാമിൽ സന്ദർശനാനുമതി നൽകിയിട്ടുള്ളതെന്നും സഞ്ചാരികൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഡാം പരിസരത്ത് നടന്ന ടിക്കറ്റ് വിതരണോദ്ഘാടന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനിൽ നിന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് കുഴിക്കണ്ടം ടിക്കറ്റ് ഏറ്റുവാങ്ങി. ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഡാം സേഫ്റ്റി അതോറിറ്റി നിശ്ചയിച്ച പ്രകാരമുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ ക്രമീകരണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വരുന്ന ആൾക്കാർ ഇക്കാര്യത്തിൽ സന്ദർശകരായി വരുന്നവരും ടൂറിസ്റ്റുകളും നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് വരാനും കാണാനും പോകാനും ഒക്കെ അവസരം ഒരുക്കണമെങ്കിൽ അതെല്ലാവരുടെയും കൂടെ സംയോജിപ്പിച്ചിട്ടുള്ള നല്ല നിയന്ത്രണവും അതോടൊപ്പം ആത്മസംയമനവും ആവശ്യമാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, വൈദ്യുതി പ്രിൻസിപ്പൽ സെക്രട്ടറി, KACB ബോർഡ് ചെയർമാൻ, ഹൈഡൽ ടൂറിസം ഡയറക്ടർ, ഇടുക്കി ജില്ലാ കളക്ടർ, മറ്റ് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടത്തിയ നിരന്തര ചർച്ചകളെ തുടർന്നാണ് ഇടുക്കി ഡാമിൽ കാൽനട യാത്രയ്ക്ക് അനുമതി ലഭ്യമായത്. ഇന്നലെ വരെ ബഗ്ഗി കാറുകളിൽ മാത്രമായിരുന്നു സഞ്ചാരികൾക്ക് സന്ദർശനാനുമതി നൽകിയിരുന്നത്. നിലവിൽ നവംബർ 30 വരെയാണ് സന്ദർശനാനുമതി നൽകിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, ഹൈഡൽ ടൂറിസം സെന്റർ സീനിയർ മാനേജർ ജോയൽ തോമസ്, ഡാം സേഫ്റ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൈന, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ റോമിയോ സെബാസ്റ്റ്യൻ, ഷിജോ തടത്തിൽ എന്നിവരും മന്ത്രിക്കൊപ്പം ഡാം സന്ദർശനം നടത്തി. സിറ്റി വിഷൻ, ഇടുക്കി.